ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ എല്ലാം ഓപ്പൺ എ പി ഐ കളക്ട് ചെയ്യുന്നുണ്ട് ടു ട്രെയിൻ ദെയർ മോഡൽ. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ഡാറ്റ വേറൊരാൾ ചാറ്റ് ജി പി ടിയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരുടെ ആൻസറിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കമ്പനീസ് ലൈക്ക് സാംസങ് അവരുടെ എംപ്ലോയീസിന് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തത്. ബിക്കോസ് ദെയർ data were like production data were showing up in ChatGPT. So is there any alternative private solutions to ChatGPT? And there is. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു പ്രൈവറ്റ് സൊല്യൂഷനാണ്. ആൻഡ് ഇറ്റ്സ് ഓപ്പൺ സോഴ്സ്. അത് നിങ്ങൾക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനും ലോക്കലി റൺ ചെയ്യുന്ന മോഡൽസ് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റാൻ ആസ് എ റാക്ക്. അതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ പരിചയപ്പെടുത്തുന്ന ടൂള് ഓപ്പൺ വെബ് യു ഐ ആണ്. ഓപ്പൺ വെബ് യു ഐ. സോ ഓപ്പൺ വെബ് യു ഐൻ്റെ യു ഐ ഇങ്ങനെ ഉണ്ടാവും. സോ ഇഫ് യു ആർ ലൈക്ക് റണ്ണിങ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം ദേ വിൽ ആസ്ക് യു ഫോർ എ ലോഗിൻ. സോ നമ്മളെങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിൻ്റെത്. സോ ദിസ് ഇസ് ദ ഗിറ്റ്ഹബ് URL. സോ അതിൻ്റെ ഗിറ്റ്ഹബിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഇഫ് യു ആർ യൂസിങ് ഡോക്കർ യു ക്യാൻ ഇൻസ്റ്റാൾ യൂസിങ് ഡോക്കർ കമാൻഡ്സ്. അല്ലെങ്കിൽ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൺ ദിസ് കമാൻഡ്. ബട്ട് ഐ വിൽ സജസ്റ്റ് യു ടു യൂസ് ഡോക്കർ ബിക്കോസ് ലൈക്ക് ഏത് പെർട്ടിക്കുലർ പൈത്തൺ വേർഷനാണ് ബെറ്റർ അതെല്ലാം നോക്കി അവർ തന്നെ ചെയ്തോളും. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ഓപ്പൺ വെബ് യു ഐ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരും ചാറ്റ് ജി പി ടി ആണ്. ആൻഡ് ഇൻ ഹിയർ യു ക്യാൻ സി വെബ് സെർച്ച്, കോഡ് ഇൻ്റർപ്രറ്റർ, വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ നോളജ്. സോ നിങ്ങൾ റാഗ് എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഐ ഹാവ് ഡൺ എ റാഗ് പ്രോജക്റ്റ് ഇൻ N8N ഇൻ ദ പാസ്റ്റ്. യു ക്യാൻ ചെക്ക് ദ വീഡിയോ. സോ ദിസ് ഈസ് ലൈക്ക് something like that. Knowledge means you can add, like there is a plus sign at the right side of this and you can click add and നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നോളജ് ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ മേ ബി മൈ ഡോക്യുമെൻറ്റ്. ഓക്കെ, ദിസ് is just a description. So you just need to fill out the description what you are and you can click. Okay, I'm going to minimize this and this is upload files, upload directory, sync directory. So നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ PDF അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ചാറ്റ് ബേസ്ഡ് ഓൺ ദിസ് നോളജ് ബേസ്. അതായത് ഇറ്റ് വിൽ വർക്ക് ജസ്റ്റ് ലൈക്ക് എ റാക്ക്. ആൻഡ് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പ്രോംപ്റ്റ് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോംപ്റ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് ആൻ പ്രോംപ്റ്റ്. ഈവൻ നിങ്ങൾക്ക് ഒരുപാട് പ്രോംപ്റ്റ്സിൻ്റെ എക്സാമ്പിൾസ് എല്ലാം ഓപ്പൺ വെബ് യു ഐൻ്റെ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. യു ക്യാൻ സീ എ ലോട്ട് ഓഫ് examples in the online and you can use that tools. So and this is the model. So there is a space to create models by yourself. നിങ്ങൾക്ക് ഏതെങ്കിലും from scratch also and you can import models. So I'm not going to explain all those things. So I'm just going to explain how we can install all those things. Okay, so നമ്മൾ ഡോക്കർ വഴി ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു ഇൻസ്റ്റാൾ ഡോക്കർ. ഐ ഡു ഹാവ് എ പ്രീവിയസ് വീഡിയോ വിച്ച് ഐ എക്സ്പ്ലെയിൻഡ് ഹൗ ടു ഇൻസ്റ്റാൾ ഡോക്കർ. ഡോക്കർ ഇൻസ്റ്റാളേഷന് ഒരുപാട് കോംപ്ലക്സിറ്റി ഒന്നുമില്ല. ജസ്റ്റ് യു നീഡ് ടു സെർച്ച് ഫോർ ഡോക്കർ വിൻഡോസ് in Google and you can just download the exe file if you are using Windows machine, and there's other options also for Linux and Mac. So നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് നെക്സ്റ്റ് ആൻഡ് ഇഫ് യു ആർ യൂസിങ് Windows there will be a checkbox called WSL2. You can just check it and just click next and it will be done. So if you need to run this Open Web UI in Docker, you can just copy this command and come to the Docker desktop and there will be a terminal. So terminal വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. So I am running it on a different port because my machine doesn't have this 3000. So ഇവിടെ തന്ന എക്സാമ്പിൾ 3000 ആണ് നമുക്ക് തന്നത്. And for some reason my machine is
that particular port is being used by other application, so I changed it to use 6606. അതാണ് നിങ്ങളിവിടെ ഈ URL കാണുന്നത്. സോ നമ്മൾ ഈ കമാൻഡ് ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡൗൺലോഡിങ് നടക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇമേജസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ വെബ് UI സ്റ്റഫ്. ഇറ്റ്സ് ഡൗൺലോഡ് ആൻഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലൈക്ക് നമ്മൾ റൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെയ്നറായിട്ട് ഇവിടെ റൺ ചെയ്യും. റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദ പോർട്ട്, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ആ പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോക്കൽ ഹോസ്റ്റിൽ നമ്മുടെ ബ്രൗസറിൽ തുറന്നു വരും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാനിവിടെ ഡീഫോൾട്ട് ബ്രൗസർ എൻ്റെത് ഫയർഫോക്സ് ആണ്. ഫോർ സം റീസൺ നമ്മൾ ലെറ്റ് മീ ഡിസ്ക്രൈബ് യു. ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം യൂസിങ് ഓലാമ ലോക്കലി ആസ് യൂഷ്വൽ. ഞാൻ അധികം പെയ്ഡ് വേർഷൻസിലേക്ക് എക്സാമ്പിൾസ് പറയാറില്ല. സോ it will take some time and it will show something like syntax error. So this is related to the browser which you are using. So I suggest you guys to use Chrome. Chromeil oru kuഴപ്പമില്ല. So if you were to open the same in Chrome, so you won't be having any issues. So that's the first thing I want to say, and you can just like chat directly, you can regenerate, you can there is an option to record voice, you can talk, you can use web search. So I'll give you an example of how we can use web search. So this is like, hi there, how is your day going so far? So ഞാൻ ഇവിടെ what's the latest ന്യൂസ് ടുഡേ ഇൻ ടെക്നോളജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. October 26, 2023 വരെയുള്ള ഡാറ്റയാണ് ഈ ജെമ്മ 3 എന്ന് പറഞ്ഞുള്ള ചെറിയ മോഡലുള്ളത്. സോ ഇറ്റ്സ് ഷോയിങ് ദ ന്യൂസ് ഓൺ ദാറ്റ്. സോ ഇഫ് യു ക്ലിക്ക് വെബ് സെർച്ച്, സോ വെബ് സെർച്ച് ഇനേബിൾ ചെയ്യണമെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു ഹാവ് എ ഗൂഗിൾ അക്കൗണ്ട്. സോ ദിസ് ഡിഫറെൻറ്റ് വേ യു ക്യാൻ ഗോ വിത്ത് admin panel പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ സെറ്റിങ്സ് ആൻഡ് ദർ ഇസ് വെബ് സെർച്ച് ഹിയർ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെബ് സെർച്ച് എഞ്ചിൻ ഗൂഗിൾ PSC ആണ്. ഗൂഗിൾ PSC ഇനേബിൾ ചെയ്യണമെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു ഗോ ടു പ്രോഗ്രാമബിൾ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ. നിങ്ങൾക്ക് ഗൂഗിൾ PSC ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ദെൻ യു വിൽ നീഡ് ടു ലോഗിൻ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഗൂഗിൾ PSC ഉണ്ടോ, പ്രോഗ്രാമബിൾ സെർച്ച് എഞ്ചിൻ എന്ന് കാണാം. അപ്പോൾ ഇതിൽ കസ്റ്റം സെർച്ച് JSON API എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു സെർച്ച് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യാൻ പറയും. സോ ദിസ് ഇസ് വാട്ട് ഐ ക്രിയേറ്റഡ്. ലൈക്ക് ബാക്ക് ടു ഓൾ സെർച്ച് എഞ്ചിൻ. ഞാനിപ്പോൾ മൾട്ടിപ്പിൾ സെർച്ച് എഞ്ചിൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. യു ജസ്റ്റ് നീഡ് ടു ക്ലിക്ക് ആഡ് ആൻഡ് നമ്മളൊരു പേര് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ പേര് കൊടുത്തതിന് ശേഷം യു നീഡ് ടു കോപ്പി ദി സെർച്ച് എഞ്ചിൻ ID. ഈ സെർച്ച് എഞ്ചിൻ ID കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള കസ്റ്റം സെർച്ച് JSON API അതില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് എ കീ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് എ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സെർച്ച് സെലക്ട് ദ പ്രോജക്റ്റ് ആൻഡ് യു ക്യാൻ ജനറേറ്റ് കോപ്പി API കീ. സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യാനില്ല. ആ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കം ബാക്ക് ടു ദ open web UI and you can paste the API key and the search engine ID. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഗൂഗിൾ PSC യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ബ്രേവ്, SERP API, സെർച്ച് API, DuckDuckGo, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ PSC ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ വന്ന ചാറ്റിൽ തിരിച്ചു വന്നിട്ട് ക്ലിക്ക് ഓൺ വെബ് സെർച്ച്. വാട്ട്സ് new today for Empuran. So I'm using Gemma 3 1 billion. I don't know if it's going to perform better. നമ്മൾ കൊടുക്കുന്ന സെർച്ച് കീ അനുസരിച്ച് അത് നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരുമെന്നുള്ളത്. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ്സ് യൂസിങ് ആൻഡ് ഇറ്റ്സ് giving
Empuran's expansion. So we can select a new model. So there is one more thing which we can do in OpenWeb UI. നിങ്ങൾക്ക് ഇത് ഡിഫറെൻറ്റ് മോഡൽസ് കമ്പയർ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ക്ലിക്ക് ദിസ് ആഡ് മോഡൽ. ഇവിടെ you can select a different model, and if you need to add one more model you can select maybe Llama 3.2. okay, then let's copy the same prompt and you can see നമ്മൾ 3 മോഡൽസും പാരലായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് കമ്പയർ ചെയ്യാം. നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, ഏത് മോഡലാണ് നിങ്ങളുടെ യൂസ് കേസിന് നല്ലത്, അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് OpenWeb UI. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഈച്ച് ഓഫ് ദ മോഡൽ ടു റെസ്പോണ്ട്. സോ ഞാൻ കൊടുത്ത പ്രോംപ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് വന്നത് Llama 3.2 ആണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ലൈക്ക് പെർഫോമിങ് ബെറ്റർ. So let's wait for Llama 3 4 billion. So search it's still ongoing. നമുക്ക് എങ്ങനെയാണ് ഞാൻ Ollama സെലക്ട് ചെയ്തത്, ഇഫ് യു നീഡ് ടു യൂസ് എ ഡിഫറെൻറ്റ്, നിങ്ങൾക്ക് OpenAPI അല്ലെങ്കിൽ ഗ്രോക്ക് ഓപ്പൺ റൗട്ടർ അങ്ങനത്തെ എന്തെങ്കിലും API ഉണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ബാക്ക് ടു ദ അഡ്മിൻ പാനൽ. നിങ്ങൾ ഇവിടെയുള്ള മെനു, നിങ്ങൾ ലോഗിൻ ചെയ്ത എൻ്റെ മെനു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്മിൻ പാനൽ കാണാം. അഡ്മിൻ പാനലിൽ പോയിട്ട് ക്ലിക്ക് ഓൺ സെറ്റിങ്സ് and you can select models and you can see the models which you use. So നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ, മാനേജ് മോഡൽസിൻ്റെ, അതായത് ഈ മാനേജ് മോഡൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓലാമയുടെ പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് നോർമലി നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് Ollama റൺ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അടിക്കലല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യലല്ലേ. യു ക്യാൻ ജസ്റ്റ് ഫിൽ ഇൻ ലൈക്ക് ടൈപ്പ് ഇൻ Mistral 7 billion, എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ. സോ ഇതിൽ കണക്ഷൻസ് എന്ന് പറഞ്ഞ ടാബിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി OpenAI API. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് OpenAIയുടെ API കീ ഇവിടെ ഫിൽ ചെയ്തെടുത്ത് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് OpenAI API. അതൊരു ഡിഫറെൻറ്റ് വേ ഓഫ് യൂസിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബേസ് URL അതിൻ്റെ API കീ വെച്ചിട്ട് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫിൽ ഇൻ ദാറ്റ് API URL ആൻഡ് ദ API കീ ആൻഡ് യൂസ് ദാറ്റ്. നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ന്യൂ ചാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് മോഡൽ ഹിയർ. സോ I guess this will help you in some way. So this was just an introduction to OpenWeb UI. നിങ്ങൾക്ക് ഉപകാരം വരുന്നു വിചാരിക്കുന്നു. So I use like some of them were like I uploaded an invoice. I used Llama 3 4 billion model and I asked them to like what is this, and it got me the response. So this is like the same thing. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോംപ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ് ആൻഡ് ഏതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നെല്ലാം പരീക്ഷിക്കാം. ആൻഡ് യു ക്യാൻ യൂസ് ദ വർക്ക് സ്പേസ് ടു ജനറേറ്റ് നോളജ്, ലൈക്ക് നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്തിട്ട് അതിലുള്ള ഡാറ്റ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെസൺസിന് വേണ്ടിയിട്ടോ റാഗായിട്ടോ അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ദിസ് ഔട്ട്, OpenWeb UI. It's like a famous repo right now, so make sure you guys use it. So I guess that's it for today. I hope you guys have something out of this video. If you are new to this channel, please subscribe and see you in the next video.